രാജഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട പഴയ ആലുവ മൂന്നാർ രാജപാത സഞ്ചാരത്തിനായി തുറന്നു നൽകണമെന്ന ആവശ്യം ശക്തം. നിലവിൽ വനംവകുപ്പ് അധീനപ്പെടുത്തിയിട്ടുള്ള ഈ പാതയിലൂടെ യാത്ര അനുവദനീയമല്ല. ഇടുക്കിയുടെ വിനോദസഞ്ചാര മേഖലയ്ക്കും മാങ്കുളം അടക്കമുള്ള കാർഷിക ഗ്രാമങ്ങളുടെ വികസനത്തിനും വിവിധ ആദിവാസി ഊരുകളുടെ അടിസ്ഥാന സൗകര്യ വർധനവിനും സഹായകരമാകുന്ന റോഡിന്റെ നവീകരണം സാധ്യമാക്കി ഗതാഗതത്തിനായി തുറന്നു നൽകണമെന്നാണ് ആവശ്യം. 1924 വെള്ളപ്പൊക്കത്തിന് ശേഷമായിരുന്നു പഴയ ആലുവ മൂന്നാർ രാജപാതയിലൂടെയുള്ള യാത്ര തടസ്സപ്പെട്ടത്. വെള്ളപ്പൊക്കത്തെ തുടർന്ന് കരിന്തിരി മലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും റോഡിന്റെ ചില ഭാഗങ്ങൾ യാത്ര സാധ്യമല്ലാത്ത വിധം തകരുകയും ചെയ്തു. പ്രളയാനന്തരം അടിമാലി വഴി ആലുവയെയും മൂന്നാറിനെയും ബന്ധിപ്പിച്ച് പുതിയ റോഡ് നിർമ്മിച്ചതോടെ രാജപാത ഉപേക്ഷിക്കപ്പെട്ട് കാലക്രമേണ വനംവകുപ്പിന്റെ അധീനതയിലായി. യാത്ര തടയപ്പെട്ടു. എന്നാൽ പൊതുമരാമത്ത് വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള റോഡിൽ വനം വകുപ്പിന് യാതൊരു അധികാരവുമില്ലെന്ന് റോഡിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി വാദിക്കുന്നവർ പറയുന്നു. റോഡ് തുറന്നാൽ യാത്രാ സൗകര്യം വർദ്ധിക്കുന്നതോടൊപ്പം ടൂറിസം, കാർഷിക, വാണിജ്യ മേഖലകളിലും പുരോഗതിക്ക് കാരണമാകുമെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. 10,000-ഓളം ആളുകൾ താമസിക്കുന്ന മാങ്കുളം പഞ്ചായത്തില് 4,000-ഓളം ആദിവാസികളും അവരുടെ 13ഓളം കുടികളുമാണുള്ളത്. ഇന്ന് ഒരു ആവശ്യം, മനുഷ്യന്റെ ആവശ്യമായ ആശുപത്രി വൈദ്യസഹായം ലഭിക്കണമെങ്കിൽ 35 കിലോമീറ്ററുകളോളം ചുറ്റി സഞ്ചരിച്ച് അടിമാലിയിലെത്തി അവിടെ നിന്ന് ഏതാണ്ട് 50 കിലോമീറ്ററോളം സഞ്ചരിച്ച് കോതമംഗലത്തെത്തുന്ന സമയത്തിൽ 40-45 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കോതമംഗലത്തെത്താവുന്ന എളുപ്പപാതയാണ്. കോതമംഗലത്ത് നിന്ന് അടിമാലി വഴി മൂന്നാറിലേക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്ന റോഡിന്റെ ദൂരം 80 കിലോമീറ്റർ ആണ്. എന്നാൽ പഴയ ആലുവ മൂന്നാർ പാതയിലൂടെ 60 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ മൂന്നാറിലെത്താം. 20 കിലോമീറ്റർ ദൂരം യാത്രയ്ക്കായി ലാഭിക്കാം. കുട്ടമ്പുഴ, പൂയംകുട്ടി, കുറത്തി, പെരുമങ്കുത്ത് എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ചാണ് റോഡ് മൂന്നാറിലെത്തുന്നത്. പൂയംകുട്ടിയിൽ നിന്നും പെരുമങ്കുത്ത് വരെയുള്ള 27 കിലോമീറ്റർ റോഡാണ് വനമേഖലയിലൂടെ കടന്നു പോകുന്നത്. നിലവിൽ പെരുമങ്കുത്തിൽ നിന്നും കുറത്തിയിലേക്കുള്ള റോഡ് മാങ്കുളം ജലവൈദ്യുതി പദ്ധതിയുടെ നിർമ്മാണ ജോലികളുമായി ബന്ധപ്പെട്ട് നവീകരിച്ചിട്ടുണ്ട്. വനം വകുപ്പിന്റെ തടസ്സവാദങ്ങൾ നീങ്ങുകയും സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടുകയും ചെയ്താൽ രാജപാത ഇടുക്കിയുടെ വികസനത്തിന് പഴമ പേറുന്ന പുതുവഴിയാകും. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളും ജനപ്രതിനിധികളും ശക്തമായ ഇടപെടലുകൾ നടത്തണമെന്നാണ് റോഡിനായി വാദിക്കുന്നവരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.